രേണു സുധി നമുക്കെല്ലാവർക്കും അറിയുന്നൊരു മുഖമാണിത്. ഇന്ന് മലയാളികളുടെ ആരുടെയും ഇൻസ്റ്റാ ഫീഡിൽ അഥവാ സോഷ്യൽ മീഡിയ ഫീഡിൽ ഈ മുഖം കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. ഹാസ്യനടനായ സുധിയുടെ ഭാര്യ കൂടിയാണ് രേണു. ഇതാണ് രേണുവിൻ്റെ കുടുംബം. സുധി പിന്നെ 2 കുഞ്ഞുങ്ങൾ. നിർഭാഗ്യവശാൽ സുധി എന്ന വ്യക്തി മരണപ്പെട്ടു. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഈ രേണുവിനെ കുറിച്ച് ഒരുപാട് കോൺട്രോവേഴ്സി ഞാൻ ഡെയിലി കേൾക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ തുടക്കം ഇതായിരുന്നു. ഈ ഒരു വീഡിയോ തൻ്റെ സഹപ്രവർത്തകരൊത്ത് ഉള്ളൊരു വീഡിയോ ആയിരുന്നു ആദ്യ വിവാദം. ഞാനൊന്ന് ചോദിക്കട്ടെ, ആക്ച്വലി എന്താണ് ഇതിന് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് എത്രയോ പേർ ഇതിലും ക്ലോസായ എക്സ്പോസിങ് ആയ വീഡിയോസ് ചെയ്യുന്നു. മെയിൻലി ഇതൊരു റൊമാൻറ്റിക് സോങ് ആണ്. അതവർ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. അതിലനുയോജ്യമായ രീതിയിൽ അവരാൽ കഴിയുന്നത് അവർ ചെയ്തു. ഇതിന് ബാക്കിയുള്ള പ്രേക്ഷകർക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഈ ബോഡി ഷേമിങ് ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു വ്യക്തി കൂടിയാണ് രേണു സുധി. ഫസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം. ശരീരം ആരുടെയും പരിഹാസത്തിന് വേണ്ടിയുള്ളതല്ല. അത് നമ്മുടെ സ്വന്തമായൊരു അഭിമാനമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം മാന്യമായ സമീപനം നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓരോ മനുഷ്യ ശരീരവും വ്യത്യസ്തമാണ്. പക്ഷേ ഓരോ മനുഷ്യനും ഒരുപോലെ വിലപ്പെട്ടവരാണ് ഈ ഭൂമിയിൽ. ഒരാൾ അവരുടെ ശരീരം വിലയിരുത്തുന്നത് അവരുടെ ആത്മാഭിമാനം മുറിക്കുന്നത് തന്നെയാണ്. ഈ പച്ചവെള്ളം കുടിച്ചാൽ വണ്ണം വെക്കുന്നവരും ഒരു ചെമ്പ് ബിരിയാണി തിന്നാലും വണ്ണം വെക്കാത്തവരും തുല്യ ദുഃഖിതരാണ്. എനിക്ക് രേണു സുധി തോന്നിയത് എന്തെന്ന് വെച്ചാൽ, ഒന്ന് ഫുഡൊക്കെ കഴിച്ചാൽ വണ്ണം വെക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊക്കെ ഈ ലൈഫിൽ ഓരോ ടെൻഷൻ കാരണം തിന്നതും കൂടി ഉരുകിപ്പോയി ക്ഷീണിക്കുന്നവരാണ്. രേണു സുധി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ പുള്ളിക്കാരിക്ക് ഞാൻ കണ്ടുവരുന്നൊരു പ്രൊക്ലിനേഷനാണ്, അഥവാ പല്ലുന്തൽ. അത് നല്ലൊരു ഡെൻറ്റിസ്ട്രിയിൽ ഓർത്തഡോണ്ടിക്സിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ പ്രൊക്ലൈൻ്റെ ടീത്ത് നമുക്ക് ജന്മന ലഭിച്ച ചുണ്ടോ അല്ലെങ്കിൽ പല്ലിൻ്റെ വലിപ്പ വ്യത്യാസമോ ചെറുപ്പത്തിൽ തമ്പ് സക്ക് ചെയ്യുന്നതും പെൻ ബൈറ്റിംഗ് പോലുള്ള ശീലങ്ങളോ മുന്നിലെ പല്ല് തകരുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയോ വായ വഴി ശ്വാസം എടുക്കുന്നത് കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. അല്ലാണ്ട് അതും രേണു സുധിയുടെ പ്രശ്നമല്ല കേട്ടോ. ഇനി അതും രേണു സുധിയുടെ പ്രശ്നമായിട്ട് ആരും കാണരുത്. പിന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇത്, മനുഷ്യൻ്റെ പരിണാമം. കുരങ്ങ് പോലുള്ള പൂർവികരിൽ നിന്ന് ഇന്നത്തെ മനുഷ്യനിലേക്ക് സംഭവിച്ച മാറ്റങ്ങളുടെ ഒരു പ്രക്രിയയാണ് ഇത്. കൂടുതൽ ബോധം വേണ്ടവർ പാലിയോ ആന്ത്രോപോളജി ഒന്ന് പോയി നോക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നു. അപ്പോൾ ഈ രേണു സുധിയെ വിമർശിക്കുന്നവർ ഇതൊക്കെ ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ അക്ബർ ബിഗ് ബോസിൽ വെച്ച് നടത്തിയ പരാമർശത്തിൽ എത്രയോ പേർ രേണുവിന് വേണ്ടി സംസാരിച്ചു. അതേ കാര്യം സ്വയം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ തിരുത്താൻ പറ്റാത്തേ? ഒരു കണക്കിന് മറ്റൊരാളെ തിരുത്തുന്നതിനേക്കാൾ എത്രയോ എളുപ്പമല്ലേ സ്വയം തിരുത്തുക എന്നത്. പിന്നെ അവർ തിരഞ്ഞെടുത്ത ഫീൽഡ് ഓർ ജോബ്, അതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്കൊന്ന് പറയാം. അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഈ രേണു സുധിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഈ കുറ്റം പറയുന്ന ആരും ശരി ചേച്ചി, നിങ്ങൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഈ ഫീൽഡ് എനിക്ക് തീരെ ഇഷ്ടമല്ല, കാരണം നിങ്ങളൊരു വിധവയാണ്. സോ ഞങ്ങളെല്ലാം ഈ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ട് കൂടി നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന മാസ വരുമാനം വീട്ടിലെത്തിച്ചേക്കാം എന്നാരും പറയുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ? പിന്നെ ഈ ഫോട്ടോയിൽ തന്നെ മക്കൾ സുധിയുടെ ഫോട്ടോയുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് എടുത്തത് ഓക്കെ. ഇത് രേണു സുധി ഒറ്റയ്ക്കാണ് എടുത്തിരുന്നെങ്കിൽ കാണാമായിരുന്നു പുകില് വേറെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി തന്നെ ഈ ആക്ട്രസ്സൊക്കെ അവരുടെ കഴിഞ്ഞാൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ഈ കൂടുതലായിട്ട് എക്സ്പോസിങ് ചെയ്യുന്നവരുടെ അക്കൗണ്ടിലാണ്. സംശയം ഉണ്ടെങ്കിൽ ആർക്ക് വേണോ പോയെന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ അവരാലൊക്കുന്ന റീക്രിയേഷൻ വീഡിയോസ്, ഷോർട്ട് ഫിലിം ചെയ്യുന്നതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ആസ് പെർ ഗൂഗിൾ പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് പെർ ഡേ 50,000 ഒക്കെയാണ് രേണുവിന് കിട്ടുന്നത്. അതെന്തോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്യട്ടെ. അവർക്കിന്ന് ഡെയിലി ഒരു വരുമാനമുണ്ട്. ലോകമെമ്പാടും ശ്രദ്ധേയമായൊരു പ്ലാറ്റ്ഫോമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സമൂഹമാണ് അവരെ ഒരു കണ്ടൻ്റാക്കി മാറ്റിയത്. അതവരെ കൊണ്ടെത്തിച്ചത് ഇവിടെയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് പേഴ്സണലി ആ ഒരു ഇത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. ദാറ്റ് മീൻസ് നമ്മൾ അവരുടെ വീഡിയോസ് കാണാണ്ടിരിക്കുക. കണ്ടിട്ട് അവരെ ഇങ്ങനെ പിച്ച് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോ? ഇഷ്ടമല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക. ചെന്ന് കണ്ട് പിച്ച് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല.